ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു നഗര മെഹറിൻസ് വ്ലോഗ്. അപ്പം കുറച്ച് ഗ്യാപ്പ് എടുത്താണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് കാര്യങ്ങളെ പറ്റി അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടി. നമ്മളെല്ലാവരും ഏഷ്യനെ പ്രൊമോ കണ്ടിരുന്നു. പ്രൊമോയിൽ സീസൺ 5 നടത്തിയതുപോലെ ഒരു ഹോട്ടൽ ടാസ്കും അതോടൊപ്പം തന്നെ പുറമെ നിന്നുള്ള മുൻ കണ്ടസ്റ്റൻസിൽ ചിലർ അകത്തേക്ക് കയറുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റി. അത് ഏകദേശം കൺഫേം ആണ്. ലാൽസാന്റെ പ്രൊമോയിൽ തന്നെ കണ്ടിരുന്നു. അപ്പൊ ആരൊക്കെയാണ് കയറുന്നു എന്നുള്ളത് നമുക്ക് സ്ഥിരം ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. മുൻ കണ്ടസ്റ്റൻസിൽ ഏതൊക്കെ സീസൺ ആളുകൾ കയറുന്നു എന്നുള്ളതും ഏകദേശം എത്ര പേരായിരിക്കും കയറുക, അവരുടെ ഗെയിമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ കുറച്ച് അപ്ഡേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം ആയ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം ഏകദേശം ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സീസൺ 1 ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കയറി എന്നുള്ളതാണ്. അത് ഓഫ്കോഴ്സ് നിങ്ങളെല്ലാവരും അറിഞ്ഞ ഒരു പേരിലാണ് സാബു. ദ റിയൽ ഗെയിമർന്നും റിയൽ വിന്നർന്നൊക്കെയാണ് പുള്ളിനെ കയറുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം സീസൺ 1 ബിഗ് ബോസ് ചരിത്രത്തിലെ മലയാളത്തിലെ ആദ്യത്തെ സീസണിലെ വിന്നറായിട്ടുള്ള സാബു, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിലവിൽ കയറിയാൽ കുറച്ചും കൂടി മാറ്റം ആ ഹൗസിൽ നടത്താൻ സാധിക്കുമെന്ന് എനിക്കും കൂടി നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടല്ല, ഒരു ഗസ്റ്റ് ആണ് സാബു എന്നുള്ളത്. സാബു എന്തായാലും കുറച്ചും കൂടി പ്ലാൻഡ് ആണ്, ഇല്ലെങ്കിൽ ഗെയിം കണ്ടിട്ടുണ്ട്. സീസൺ 5 ഗെയിം കണ്ടിട്ട്, 5 അല്ല സീസൺ 6 ഗെയിം കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ സാബു സീസൺ 6 പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം കണ്ടിട്ടുള്ള ഒരാളെ കയറിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ എന്തായാലും കണ്ടിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരാണ് അവർ കയറ്റാൻ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ പലരുടെയും ഡേറ്റ്, കാരണം എനിക്ക് തോന്നുന്നു പലരും രഞ്ജിൻ ഹരിദാസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഐ തിങ്ക് ഇപ്പൊ വിയറ്റ്നാമിൽ എങ്ങാണ്ടാണ്. അപ്പം എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ശ്വേതാ മേനോൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. ഇപ്പൊ സാബു എന്തായാലും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം മറ്റ് സീസണുകളിലെ മറ്റ് 2, 3, 4, 5 സീസണുകളിലെ ആളുകൾ ആരെങ്കിലൊക്കെ കയറുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പലർക്കും കോളുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഒരു ചലഞ്ചറിലേക്ക് ഒതുങ്ങിയില്ല. എന്തായാലും നമുക്ക് വരുന്ന ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഇനി എന്തായിരിക്കും നമ്മൾ പുറമേ നിന്ന് വന്ന ചലഞ്ചസ്, ഗെയിം കണ്ട് വന്ന ചലഞ്ചസ് അതിൻ്റെ അകത്ത് നടത്താൻ പോകണമെന്നുള്ളത്, ഇവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തായാലും പുറമെ ഗെയിം കണ്ട് അതിന്റെ എല്ലാ രീതികളിലും അവിടെ അകത്ത് അവർക്ക് പ്ലാൻ ചെയ്ത് ഗെയിം കളിക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ കേസ്, അവരുടെ ആദ്യം വെച്ചിരിക്കുന്ന നിബന്ധന എന്നുള്ളത് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നിലവിലകത്ത് ഗെയിം കളിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ജിൻഡോ, ജാസ്മിൻ, അങ്ങനത്തെ ആളുകളെ ഒരു തരത്തിലും അവരുടെ ഗെയിമിനെ ബാധിക്കുന്ന രീതിയിൽ ഗെയിം കളിക്കരുത് എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടെ ഇപ്പോൾ നിലവിൽ ഗെയിമിൽ പിന്നോട്ട് നിൽക്കുന്ന എന്നാൽ കാലിബർ ഉള്ള ആളുകളുണ്ട്. ശ്രീതു, അർജുൻ, അപ്സര, ശ്രീലേഖ, ഇവരെയൊക്കെ കുറച്ചും കൂടി ഗെയിം കളിക്കാൻ പാകത്തിന് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗെയിം ആയിരിക്കണം പുറമേ നിന്ന് വരുന്ന ചലഞ്ചസ് ചെയ്യേണ്ടതെന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. മാത്രമല്ല ഒരു തരത്തിലും ഇപ്പൊ മുന്നോട്ട് പോകുന്ന ഗെയിമിനെ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആക്കാനായിട്ട് ഉള്ള ഒരു നിർദ്ദേശവും കൂടിയുണ്ട്. ഇതൊരു എന്റർടൈൻമെന്റ് രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് പരിമിതികൾ ചലഞ്ചസ് ആയിട്ട് കയറുന്ന ആളുകൾക്കുണ്ട്. കാരണം പുറമെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അകത്ത് പോയി പറയാനും പറ്റത്തില്ല. എല്ലാ രീതിയിലുള്ള ഗെയിം പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നൊക്കെ പ്ലാൻ ചെയ്താൽ അതിനകത്ത് അത് പോസിബിൾ അല്ല. നമുക്ക് എന്തായാലും ഗെയിം അകത്ത് കയറാൻ പോകുന്ന ആളുകൾ എന്തായാലും ഒരു പ്രീ പ്ലാൻഡ് ആയിരിക്കും. അവരിങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് കുറെ അധികം പരിമിതികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ചലഞ്ചറായിട്ട് സാബു ചേട്ടൻ സീസൺ 1 വിന്നറായിട്ടുള്ള സാബു ചേട്ടൻ കയറുന്നുണ്ട്. സാബു ചേട്ടന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊവോക്ക് ചെയ്യും. ആള് ഏത് ഇന്റർവ്യൂ പറഞ്ഞ കണക്ക് ഭൂമി പിളർന്നു പോയി എന്ന് പറഞ്ഞാലും വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. പുള്ളി എന്താണ് ഉറച്ചു നിൽക്കുന്ന നിലപാട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ആള് കൂടിയാണ്. എന്തായാലും ഗെയിം കണ്ടിട്ടുള്ള സീസൺ 6 കുറച്ചെങ്കിലും ഗെയിം കണ്ട് മനസ്സിലാക്കി വിലയിരുത്തൽ നടത്തിയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രത്യേകത ഉള്ള ഒരു ഗെയിമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. അപ്പൊ എന്തായാലും ചലഞ്ചേഴ്സ് ഇനിയും വരും. ആരൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്താ സീസൺ 2 ആരൊക്കെ ഉണ്ട്, സീസൺ 3, 4, 5 ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. എന്തായാലും ഒപ്പം സാബുശേനോടൊപ്പം മറ്റൊരാരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആരൊക്കെ കയറും എന്നുള്ളത് നമ്മൾ ഏകദേശം കൺഫേം ആകുന്ന വിഷയങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ചില സമയങ്ങളിൽ ചില വിഷയങ്ങൾ കുറച്ച് ഡിലേ വരുന്നത്. കാരണം നമ്മൾ ഈ ഹോട്ടൽ ടാസ്കിന് മുന്നേ കുറെ പേരുടെ പേര് കേട്ടിരുന്നു. പക്ഷെ ആ പേരുകളൊന്നും അവിടെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ എന്തായാലും ഏകദേശം കൺഫേം ആകുന്ന വിഷയങ്ങളായിരിക്കും ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി എനിക്ക് ചലഞ്ചേഴ്സ് വന്നിട്ട് ആ വീടിനെ
ഇളക്കി മറിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഇപ്പൊ വയൽക്കാട് വന്നിട്ട് വലിയ മാറ്റമൊന്നും ആ വീട്ടിൽ സംഭവിച്ചിട്ടില്ല എന്ന് ജനങ്ങളും പ്രേക്ഷകരൊക്കെ പറയുന്നത്. അപ്പം ഇനി ചലഞ്ചേഴ്സ് വന്നിട്ട് ആ വീടിനെ ഇളക്കി മറിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ സാധിക്കുവാണെങ്കിൽ അത് ചലഞ്ചേഴ്സിന് വെച്ചിട്ട്, കാരണം കഴിഞ്ഞ സീസണിൽ ചലഞ്ചേഴ്സ് വന്നിട്ട് ആ ഒരാഴ്ച വലിയ രീതിയിലുള്ള ഒരു വലിയ മാറ്റമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രാപ്തരാകുന്ന ആളുകൾ എന്തായാലും അകത്തേക്ക് കയറ്റി വിടാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ചലഞ്ചേഴ്സ് ഒക്കെ വരികയാണ്. ഹോട്ടൽ ടാസ്ക് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവർക്ക് കുറച്ച് പവർ കൊടുക്കുന്ന രീതിയിലുള്ള ടാസ്ക് തന്നെയായിരിക്കും. കാരണം പുറമേ നിന്ന് വരുന്നവരെ ഇങ്ങനെ തള്ളിക്കളയുന്ന ആൾക്കാരാകരുത്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും അധികാരം, അല്ലെങ്കിൽ ഈ കോയിൻ കൊടുക്കുക, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ടിപ്പായിട്ട് കൊടുക്കാൻ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അധികാരം ഈ പവർ കൊടുക്കുക, അല്ലെങ്കിൽ ചില പവർ ടീമിന്റെ അധികാരം ഇവരിലേക്ക് എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലുള്ള രീതിയിലുള്ള വ്യത്യാസമായൊരു ടാസ്ക് തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ഇവരെ പരിചാരകരും നർത്തകരും ഇല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് കയറേണ്ട ആളുകളായിട്ട് മാറും. അപ്പൊ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാഷ് ഒക്കെ സംഭവിക്കാം. ഇനി ഹൗസിനുള്ളവർക്ക് തമ്മിൽ ഇടയിലൊക്കെ തർക്കമൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ എന്തായാലും ഒരു വ്യത്യസ്തമായ ഗെയിം എന്ന് പറയാം. കാരണം നമ്മൾ സീസൺ ഹോട്ടൽ ടാസ്കിനൊക്കെ ഒരു നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേണിൽ നിന്ന് ചെറിയ വ്യത്യസ്തമായ ഒരു പാറ്റേൺ മാത്രമായിരിക്കും. എന്തായാലും നമുക്ക് ഈ ആഴ്ച മേ ബി ഇന്ന് സാബുചേട്ടൻ കയറി, അത് നാളെ ലൈവിൽ വരും. അപ്പം ഇനി തൊട്ടുള്ള ഈ വരുന്ന ആഴ്ചകളിൽ പലരും ചിലപ്പം ചലഞ്ചേഴ്സ് ആയിട്ട് അകത്തേക്ക് കയറാം. പിന്നെ നമ്മൾ കുറെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പേരുകളുണ്ട്, അവരാരും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പലരുടെയും പേര് നമ്മൾ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്, പക്ഷെ അവരാരും അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും എത്തുന്നതിനനുസരിച്ച് നമ്മൾ ഹൗസിനകത്ത് ആളുകൾ കയറുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരെ നമുക്ക് റിവീൽ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ചലഞ്ചറായിട്ട് സാബു ചേട്ടൻ റിയൽ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് കയറുന്ന ആളാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരാൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഈ ടാഗ് എവിടെയോ കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല, അങ്ങനെ ഒരു ടാഗ് എവിടെ കേട്ടിരുന്നു. അപ്പൊ എന്തായാലും വരുന്ന വീഡിയോയിൽ ഇനി ആരൊക്കെ കയറും എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്വേത മേനൻ കയറോ, രഞ്ജിനിദാസ് കയറോ, ഇല്ലെങ്കിൽ രണ്ടാം സീസണിലെ RJ രഘുവോ, ആര്യ ചേച്ചിയോ, ഇല്ലെങ്കിൽ നോക്കാം നമുക്ക് റിനോഷ്, അങ്ങനെ ആരൊക്കെ കയറും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ കുറച്ചും കൂടി ഇത്തരം വിഷയങ്ങളിൽ കുറച്ച് സമയമെടുത്ത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനമായിട്ടും അവിടെ ഏകദേശം കൺഫേം ആകുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അവിടെ നടന്നു ഇല്ലെങ്കിൽ നടക്കാൻ നല്ല ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിലപ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാൻ പുറത്തേക്ക് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു റിവ്യൂ ചാനലല്ല. അവിടെ നിന്ന് കിട്ടുന്ന അപ്ഡേഷൻസും നിങ്ങളിലേക്ക് ഈ എക്സ്ക്ലൂസീവായിട്ട് ഇല്ലെങ്കിൽ സാധ്യതയുള്ള അല്ലെങ്കിൽ കൺഫേം ആയിട്ട് വരുന്ന കാര്യങ്ങൾ ആണ് ഞാൻ സംസാരിക്കുക. അത് പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 99% മാത്രമാണ് ഞാൻ കൺഫർമേഷൻ പറയാറ്. കാരണം എങ്ങാനും നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിലോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ എന്തായാലും സാബുചേൻ്റെ വിഷയം ഏകദേശം അവിടെ കയറി എന്നുള്ളത് മനസ്സിലാക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ചലഞ്ചറായിട്ട് ഒന്നാമത്തെ ആൾ കയറി എന്നുള്ളത് പറയുന്നത്. ഇനി ഒന്നാമത്തെ ആളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും കൺഫേം അല്ല. അപ്പം എന്തായാലും ചലഞ്ചറായിട്ട് ഒരാളായിരിക്കില്ല എന്നുള്ള ഏകദേശം കൺഫർമേഷൻ ഉണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തായാലും കയറും. അപ്പോൾ ആ ഒന്നിൽ കൂടുതൽ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.